വീട്ടിൽ സിമ്പിളായി സോയിൽ ക്ലേ മേക്കിംഗ് ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ? ഇതിനായി ആദ്യം തന്നെ കുറച്ച് മണ്ണ് കിളച്ചെടുക്കാം. പുറമേ നിന്നുള്ള മണ്ണ് എടുക്കാതെ കുറച്ച് ഉള്ളിൽ നിന്നും മണ്ണെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ കൂടുതൽ കല്ലുകളൊന്നും പെടില്ല. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് അത്യാവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം വല്ല കമ്പോ കയ്യോ കോല് കൊണ്ടോ എന്തെങ്കിലും ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ വരുന്ന ചെരലോ മണ്ണോ അതെല്ലാം നമുക്ക് കളഞ്ഞെടുക്കണം. നമുക്കതിൽ നിന്ന് ആവശ്യമായത് ചെളിവെള്ളം മാത്രമാണ്. അതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബക്കറ്റ് എടുത്ത് അതിന്മേട്ട് അരിപ്പയോ തോർത്തുണ്ടോ എന്ത് വേണമെങ്കിലും വിരിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഇതിലോട്ട് ഓരോ കപ്പായി ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അതിലുള്ള ചെളികളെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇങ്ങനെ 3 റൗണ്ടാണ് ഞാൻ ചെയ്യുന്നത്. 3 റൗണ്ട് ചെയ്താൽ നമുക്ക് ക്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി കിട്ടും. 3 റൗണ്ട് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഓരോ റൗണ്ടിനനുസരിച്ചും ഇങ്ങനെ അടിയിൽ നിന്ന് വല്ല കമ്പ് കൊണ്ടോ കോല് കൊണ്ടോ മിക്സ് ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നുമല്ല, അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ക്ലേ അവിടെ അടി കൂടിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ 2ാമത്തെ റൗണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 3ാമത്തെ റൗണ്ടിലോട്ട് കടക്കുകയാണ്. അതും ഞാനിത് കമ്പ് കൊണ്ടോ കോല് കൊണ്ടൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കപ്പ് കൊണ്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നുള്ള കല്ലും മണ്ണും എല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഞാൻ മുഴുവനായി ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിതുപോലെ ഒരു തോർത്ത് കൊണ്ടിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഇത് നീണ്ട 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓപ്പൺ ചെയ്തപ്പോൾ ഇത് നല്ല ക്ലിയർ വാട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സോ മഗ്ഗോ കോപ്പയോ കൊണ്ട് ഇത് നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സോയിൽ മേക്കിംഗ് ക്ലേയിലെ ഏറ്റവും വലിയൊരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ ചരിച്ചും കളഞ്ഞൊക്കെ നമ്മുടെ ക്ലേ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു തുണിയിലോട്ട് ആക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുണി വലിച്ചതിന് ശേഷം നമ്മുടെ ക്ലേ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഞാനിത് ഈ ഒരു ക്ലേ മുഴുവനായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കിഴി കെട്ടുന്ന രീതിയിൽ കെട്ടിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു കിഴി കെട്ടുന്നതിനിടയ്ക്ക് എനിക്കൊരു ചെറിയ വലിയ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, കുറേ ക്ലേ നമുക്ക് അവിടെ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കിഴി കെട്ടിയതിന് ശേഷം ഒരു തുണീൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കാം. നമുക്ക് അടുത്ത ദിവസം രാവിലെ അങ്ങനെ ഞാൻ രാവിലെ ആയപ്പോഴത്തേനും ക്ലേ സെറ്റായി വന്ന് നോക്കുകയാണ്. നോക്കിയപ്പോഴത്തേനും ക്ലേ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം വെയിലത്താണ് വെക്കേണ്ടത്. അതിനായിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കണം. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം ഞാൻ വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. രാവിലത്തെ വെയിലായതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നുമില്ല, എന്നാലും ഞാൻ ഇതിവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കാം. അങ്ങനെ ഇത് കുറച്ച് നേരം വെച്ചപ്പോഴത്തേനും നമ്മുടെ ക്ലേ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ എഴുതി കളിക്കുമായിരുന്നു. ഞാൻ ക്ലേ എല്ലാം എടുത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കാറ്റ് കടക്കാത്ത വല്ല പെട്ടിയിലോട്ടോ കവറിലോട്ടോ ആക്കിയെടുക്കാം. ഒട്ടും കാറ്റ് കടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 കവറിലായിരുന്നു ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്കും വീട്ടിൽ ഈ ഒരു ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.